1200 വർഷങ്ങൾക്ക് മുമ്പ് AD 826 കോതനല്ലൂർ ഒരു ക്രൈസ്തവ സമൂഹം രൂപം കൊണ്ടു. ആ ക്രൈസ്തവ സമൂഹത്തിൻ്റെ വളർച്ചയുടെ ഫലമായി AD 826 സബോർ, റോത്ത് എന്നീ 2 മെത്രാന്മാർ, പേർഷ്യയിൽ നിന്ന് വന്ന 2 മെത്രാന്മാർ ആണ് ഇവിടെ ഈ പള്ളി സ്ഥാപിച്ചത്. അവർ മാതാവിൻ്റെ നാമത്തിൽ സ്ഥാപിച്ച പള്ളിയാണിത്. അന്ന് സ്ഥാപിച്ച പള്ളിയിൽ വെച്ചിരുന്ന മാതാവിൻ്റെ രൂപം 2 വെട്ടുകലി ചേർത്ത് പണിതാണ്. അതിന്നും പള്ളിയിൽ പൂജ്യമായി സൂക്ഷിച്ചിട്ടുണ്ട്. അതിനുശേഷം AD 1220 ഉദയംപേരൂരിൽ നിന്നും സബോറിൻ്റെയും റോത്തിൻ്റെയും ഛായാചിത്രവുമായിട്ട് ഒരു ക്രൈസ്തവ കുടിയേറ്റം കോതലിലേക്കാണ്. അവർ വന്നപ്പോൾ ഇവരുടെ ഛായാചിത്രം കൊണ്ടുവന്നു. അങ്ങനെ മാതാവിൻ്റെ നാമത്തിൽ സ്ഥാപിച്ച ആ ദേവാലയം സബോർ, റോത്ത് എന്നീ മിഷണറിമാർ വിശുദ്ധരായി പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ അവരുടെ പേരിലായി രൂപാന്തരപ്പെട്ടു. തുടർന്ന് 1599 ഉദയംപുരം സൂനദോസ് വന്നപ്പോൾ ഈ വിശുദ്ധരുടെ പട്ടികയിലില്ല എന്ന് പറഞ്ഞുകൊണ്ട് സന്ദേശങ്ങളുടെ നാമത്തിലുള്ള പള്ളികളെല്ലാം സകല വിശുദ്ധരുടെയും നാമത്തിലുള്ള പള്ളികളാക്കി മാറ്റി. അങ്ങനെ മാറ്റിയപ്പോൾ ഇടവചനങ്ങളുടെ പ്രതിഷേധം സ്വീകരിച്ചുകൊണ്ട് ഉദയംപുരം സൂനദോസ് 1599 തന്നെ മിലാനിലുള്ള വിശുദ്ധരായ ഇരട്ട വിശുദ്ധരായ കിർബാസിസിൻ്റെയും പ്രോത്താസിസിൻ്റെയും പേരിൽ സന്ദേശങ്ങളുടെ പേരിലുള്ള പള്ളികളെല്ലാം മാറ്റാനായിട്ട് അനുവാദം കൊടുത്തു. അങ്ങനെ 1599 മുതൽ ഇരട്ട വിശുദ്ധരായ കിർബാസിസിൻ്റെയും പ്രോത്താസിസിൻ്റെയും പേരിലാണ് ഈ പള്ളി അറിയപ്പെടുന്നത്. കന്തീശങ്ങൾ എന്ന് പറഞ്ഞാൽ വിശുദ്ധർ എന്നാണ് അർത്ഥം. ഒരു കന്തീശങ്ങളുടെ പള്ളി എന്നാണ് ഇത് പൊതുവെ അറിയപ്പെടുക. ഇങ്ങനെ കിർബാസിസും പ്രോത്താസിസുമാണ് ആ കന്തീശങ്ങൾ എന്നുള്ള കാര്യം പ്രത്യേകം എടുത്തു പറയുക. 2007 ഇവിടെ വികാരിയായിരുന്ന ജോസഫ് പുത്തമ്പരേശൻ ജൂൺ മാസം 19 തീയതി ഇരട്ട പുണ്യാന്മാരുടെ തിരുനാൾ ആചരിക്കുന്ന അവസരത്തിൽ ഇരട്ടകളുടെ ഒരു കൂടിവരവ് നടത്താൻ തീരുമാനിച്ചു. അങ്ങനെ 2007 മുതലാണ് ഇരട്ടകളുടെ സംഗമം ഈ പള്ളിയിൽ തുടങ്ങുവാനിടയായത്. കോവിഡിന് മുമ്പ് 650 ജോഡി വരെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ഇരട്ടകൾ. കോവിഡ് കഴിഞ്ഞ് കഴിഞ്ഞ വർഷം 417 ജോഡി ഇരട്ടകളാണ് വന്നത്. ഈ വർഷത്തെ വരവ് പൂർണ്ണമായിട്ടില്ല, ഇനിയും ലിസ്റ്റിംഗ് കൃത്യമായി കിട്ടിയിട്ടില്ലെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. എന്തായാലും ഈ പള്ളിയിൽ വന്ന് സന്ദേശങ്ങളുടെ മാസത്തിൽ പ്രാർത്ഥിക്കുന്ന അനേകം പേർക്ക് വിവാഹശേഷം വർഷങ്ങൾ കഴിഞ്ഞിട്ടും കുഞ്ഞുങ്ങളുണ്ടാകാതിരിക്കുന്നവർ കുഞ്ഞുങ്ങൾ കിട്ടിയതായിട്ട് ഒത്തിരിയേറെ സാക്ഷ്യങ്ങൾ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ നേർസാക്ഷ്യം അനുഭവിച്ചിട്ടുള്ള വ്യക്തിയുമാണ്. ഇപ്പം ഞാൻ വന്നിട്ട് 4 വർഷമായി അവരുടെയൊക്കെ എത്രയോ പേര് തങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു, പക്ഷെ അവിടെ പ്രാർത്ഥിച്ചു, കുഞ്ഞുമാടി ഞങ്ങൾ വന്നിരിക്കുന്നു, അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ആശീർവാദം സ്വീകരിച്ചു പോകുന്നൊരു പാരമ്പര്യവും. അതുപോലെ ഈ ഇടവകയിൽ 836 വീടുകൊണ്ടും ഒരു 66 ജോഡി ഇരട്ടകൾ ഈ ഇടവകയിൽ തന്നെ ഉണ്ടെന്നുള്ളതും ഈ ഇടവക വിശുദ്ധരുടെ പ്രത്യേകമായ ഒരു മാധ്യസ്ഥം ഇരട്ടകളുടെ ഒരു പുണ്യഭൂമിയായി മാറാനായിട്ട് ഇടയാക്കിയിട്ടുണ്ടെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇത്തരത്തിൽ എല്ലാ വർഷവും സന്ദേശങ്ങളുടെ തിരുനാൾ ദിവസമായ ജൂൺ 19 തീയതി ഇരട്ടകളുടെ സംഗമവും നടന്നു വരുന്ന ഒരു പാരമ്പര്യം ഇവിടെ രൂപീകരിച്ചിരിക്കുന്നതാണ്. ഹോളിമാഗിപ്പള്ളി ഇടവക ഉള്ള ഒരു ടീം കൊണ്ട് വെച്ചാൽ ഒരു തന്നെ ഇവിടെ വലിയ തന്നെ മറ്റേ തന്നെ അതുപോലെ തന്നെ കൊണ്ടുവന്നാണ്. ആരുടെ ഞാൻ മറന്നുപോയി പറഞ്ഞായിരുന്നു. അത് ഒറ്റ തെങ്ങ് 2 തെങ്ങ് അച്ഛന്മാരല്ലേ.
അതുകൊണ്ട് പ്രവേശിക്കാനായി കുട്ടികൾ ഉണ്ടായ ഒരു വർഷം 10 വർഷം 5 വർഷം കഴിഞ്ഞ് കുട്ടികൾ മതിയെന്ന് തീരുമാനിക്കുന്ന കുട്ടികളെ തടയുന്ന അതിന് ഇടവേള കൽപ്പിക്കുന്ന സമൂഹത്തോട് ഇവിടെ കുടിക്കുന്ന ഓരോ ഇരട്ടിയും അവരുടെ മാതാപിതാക്കൾ പറയുന്നതാണ് കുഞ്ഞുങ്ങള് 1/2 മണിക്കൂറോ 10 മിനിറ്റോ 3 മിനിറ്റോ ഇവിടെ ഞങ്ങളുടെ കുടിക്കുന്ന അച്ഛന്മാരൊക്കെ പദ്ധതിയാണ് ഉണ്ടാകുന്നത്. കുഞ്ഞുങ്ങൾ വേണ്ടെന്ന് പറഞ്ഞു, അതേ കുഞ്ഞുങ്ങളുടെ അത് ഭാരമാണെന്ന് പറഞ്ഞു, അത് ഞങ്ങൾ ആരും നോക്കുമെന്നും ഇതൊക്കെ ഉണ്ടാക്കി സമൂഹത്തിന് നമ്മുടെ ഈ കൂടിച്ചേരല് ഒന്നിച്ചു വരവ് ജീവന്റെ സമൃദ്ധിയുടെ ദൈവം നമ്മുടെ സമൂഹത്തോട് കുടുംബത്തോട് ഇനിയും അനുഗ്രഹം തരാനോട് വഴി കാണിക്കുന്നതിന് അടയാളമാണ്. ദൈവത്തിന്റെ സൃഷ്ടികർമ്മത്തിൽ പങ്കുചേരുന്ന മാതാപിതാക്കന്മാർക്ക് ദൈവം എന്ന അനുഗ്രഹവും അഭിഷേകവുമാണ് നേട്ടത്തിൽ.
ആദ്യമാതാവിനവർക്ക് വർദ്ധിച്ചു വരുന്നതാണ് അനുഗ്രഹപ്പെടുത്തിയിട്ടുണ്ട്. സൃഷ്ടിയുടെ ആദ്യത്തെ 30 ദിവസം 26 ദൈവത്തിന്റെ ചായയും സദൃശ്യവും സ്നേഹവും കൂട്ടായ്മയും ജീവിക്കുന്നവർക്ക് അഭിഷേകമുണ്ട്. അതോടൊപ്പം അതിനേക്കാൾ എന്റെ അഭിഷേകം സൃഷ്ടിയുടെ ദൗത്യത്തില് വർദ്ധിച്ച് പെരുകി ഭൂമി നിറഞ്ഞെടുക്കാനുള്ള അഭിഷേകം എല്ലാ മാതാപിതാക്കൾക്കും ഉണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ദാമ്പത്യം നമ്മുടെയൊക്കെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് തരുന്ന ഏത് സമ്മാനം നമുക്ക് ബോധപൂർവ്വം വേണ്ട എന്ന് പറയാം. അതിനോട് നമുക്കറിയാം ഇത്ര കിലോ ഇതിന്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറയാം. ഇത് എനിക്ക് ഉപകാരമില്ല, ഗുണമില്ല, ഇതിന്റെ സമ്മാനം ഇത്ര കാലഘട്ടമൊക്കെ ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ ദൈവം ഒരു സമ്മാനം നമ്മുടെ കുടുംബത്തിലേക്ക് തരുമ്പോൾ ആ സമ്മാനത്തിനുള്ളിൽ ദൈവം വെച്ചിരിക്കുന്ന അർത്ഥങ്ങൾ എത്രയോ അനുഗ്രഹീതമാണ്. ഓരോ നിമിഷം കഴിയുന്നതോറും അതിന്റെ മൂല്യം കൂടി കൂടി വരിക. ഓരോ സമയം കഴിയുന്നതോറും നമുക്കത് അളക്കാൻ പറ്റുന്നില്ല. ഈ ലോകം മുഴുവൻ നഷ്ടപ്പെടുത്തിയാലും അല്ലെ, ലോകത്തെ മുഴുവൻ നഷ്ടപ്പെടുത്തിയാലും നിത്യജീവന് വേണ്ടി നമ്മൾ നിത്യജീവന്റെ ഉറവിടമായ വിശുദ്ധ കുർബാനയുടെ പെരുന്നാൾ ദിവസം കൂടിയായിരുന്നു. ഇവിടെ ആയിരിക്കുമ്പോൾ ഈ നിത്യജീവനെ കുറിച്ച് ചിന്തിക്കാൻ നമുക്ക് പറ്റണമെങ്കിൽ ഈ ജീവനെ സന്തോഷിക്കാത്തവർക്ക് എങ്ങനെയാ സ്വർഗത്തിലൊരു ജീവനെ കുറിച്ച് സ്വപ്നം കാണാൻ പറ്റുന്നത്? ഇവിടെ ദൈവത്തിന്റെ ജീവനെ ശുശ്രൂഷിക്കാത്തവർക്ക് എങ്ങനെ നിത്യജീവനെ കുറിച്ച് സ്വപ്നങ്ങളെ പ്രതീക്ഷയോടെ കാത്തിരിക്കാൻ പറ്റുന്നത്? ഈ ജീവനിൽ അഭിമാനിക്കാത്തവർക്ക്, സന്തോഷിക്കാത്തവർക്ക്, അത് ആഘോഷിക്കാത്തവർക്ക് ഇനി വരാനിരിക്കുന്ന ലോകത്തെ കുറിച്ച് എങ്ങനെ ചിന്തിക്കാൻ പറ്റും? ഒരിക്കലും സാധിക്കുന്നത് ശരിയായ ചിന്തയുമല്ല. കാരണം ഇവിടെ ദൈവം തരുന്ന ഓരോ ജീവനിലും ദൈവത്തിന്റെ മഹത്വമാണ് ഉള്ളത്. ദൈവത്തിന്റെ ഛായയും സദൃശ്യവുമാണ് നമ്മുടെ ഓരോരുത്തരിലും. ദൈവ സ്നേഹമാകുന്നത് പറയുന്നത് പോലെ, ദൈവം കൂട്ടായ്മയാകുന്നത് പറയുന്നത് പോലെ അത് ഏറ്റവും വലിയ അടയാളമാണ് നമ്മുടെ കുഞ്ഞുങ്ങളും. അല്ലേ കുഞ്ഞുങ്ങളെ, നിങ്ങൾക്കിടയിൽ നിങ്ങൾക്ക് സഹോദരങ്ങളായേക്കാളും നിങ്ങളുടെ ചുറ്റുമുള്ള ആരെക്കാളും കൂടുതൽ സ്നേഹക്കാരനായിരിക്കും. ഇവിടെ എന്റെ സഹോദരനോടല്ലേ ദൈവത്തിലായിരിക്കും. അവരെവിടെയും പോയി കഴിയുമ്പോൾ നമുക്കറിയാം നമ്മുടെ ഉള്ളിൽ പനി വരുമ്പം അല്ലെങ്കിൽ വിഷമം വരും. കാരണം നമുക്കിടയിലുള്ള ഒരു കൂട്ടായ്മ നമുക്ക് നഷ്ടപ്പെടില്ല. ഞാൻ പലപ്പോഴും എന്റെ സഹോദരൻ വരുന്നുണ്ട്. ഞാൻ അവരെ വിളിക്കാൻ ആഗ്രഹിക്കുന്ന സമയത്തിനാണ്. അവരെ വിളിക്കാൻ ആഗ്രഹിക്കുന്ന സമയത്ത് ഇങ്ങോട്ട് വിളി വന്നിരിക്കും. ഫോണെടുത്ത് കുത്താൻ തുടങ്ങുമ്പോൾ എനിക്ക് ഫോൺ അവിടുന്ന് വരുക. നമുക്കിടയിലുള്ള ബന്ധം നമുക്ക് എത്ര കൂട്ടായ്മയുടെ ആഴമായ ബന്ധമാണ്, എത്ര സ്നേഹം. ദൈവം തന്റെ സ്നേഹവും കൂട്ടായ്മയും ഈ ലോകത്തിൽ വെളിപ്പെടുത്താൻ ഉദരത്തിൽ മുതലൊന്നും ഒരുമിച്ചാണ്. നമ്മളെക്കാളും ഏറ്റവും വലിയ കൂട്ടായ്മയുള്ള ആൾക്കാരിക്കും അത് സയാമീസരട്ടകളാണ്. അങ്ങനെയുള്ളവരുടെ കൂട്ടായ്മ നോക്കിയില്ലേ? ആരംഭത്തിന്റെ ഉണ്ടോ? സയാമീസരട്ടകൾക്ക് ഒരു ഹൃദയവും അല്ലെ, അതുപോലെ ഒരു വലിയ ചിന്തയുള്ളവരാണ്. ഒരു തലയും അല്ലെങ്കിൽ ശരീരഭാഗങ്ങൾ വ്യത്യസ്തമായിട്ടുള്ളവരാണ്. അപ്പോൾ ദൈവത്തിന്റെ സൃഷ്ടികർമ്മത്തിലൂടെ ദൈവം ഈ ലോകത്തിന്റെ തന്നെയുടെ വെളിപാടാണ് ഓരോ ജീവിതത്തിന്. ഓരോ ഇരട്ട സിദ്ധാന്തവും അല്ലെങ്കിൽ ഓരോ ഇരട്ട കുഞ്ഞുങ്ങളും ദൈവം തലയിലോ അത് ആഘോഷിക്കുന്നതിലൊക്കെ നമ്മളെല്ലാവരും മുന്നിൽ നിൽക്കാൻ കടപ്പെടുക ഒറ്റ കാരണമേ ഉള്ളൂ. നമ്മുടെ ദൈവം ജീവനാകുന്നു. അല്ലെ, അവൻ മനുഷ്യനായ ദൈവമാണ്. നമുക്കറിയാം മറ്റു മാറ്റപ്പെട്ടവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ദൈവസങ്കല്പം പശുവിനോ കുരങ്ങിനോ അല്ലെങ്കിൽ സിംഹത്തിലോ ആനയിലോ ഒക്കെ അവരുടെ ദൈവസങ്കല്പമാണ്. അതുകൊണ്ട് അതുകൊണ്ട് അവരവരെ ആദ്യത്തോടെ മൃഗങ്ങളെ ദൈവിക വെളിപാട് അവരെ കണ്ടുപിടിയത് അതിലൂടെയൊക്കെയാണ്. എന്നാൽ ക്രിസ്ത്യാനി എന്ന രീതിയിൽ നമ്മൾ ഓരോരുത്തരും ഉണ്ണീശോയിലെ മനുഷ്യനായ ഈശോമിശിഹായിലെ പുൽക്കൂട്ടിൽ പൂർവികരുടെ കാര്യം ഓർത്തേ, അവരോടൊപ്പം ഇങ്ങോട്ട് വന്നിട്ടുള്ള കാര്യമൊക്കെ ഓർത്തേ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഞങ്ങള് ഇവിടുന്ന് കടുത്തുരുത്തിന്ന് 50 വർഷം മുമ്പ് പോയവരാണ്. നമ്മുടെ കുടുംബത്തിന് അംഗീകാരപത്രി, അതായത് തൃശ്ശൂർ രൂപതയിൽ കുളക്കാട് എന്ന ഇടവകയിലാണ് ഇപ്പോൾ ഞങ്ങൾ താമസിക്കുന്നത്. ആശംസിച്ചുകൊണ്ട് ഞങ്ങൾ എല്ലാ വർഷവും ഇപ്പം ഈ സംഗമത്തിൽ പങ്കെടുക്കുന്നുണ്ട്. തുടങ്ങിയപ്പോൾ മുതൽ ഞങ്ങൾ വരുന്നതാണ്. എവിടെ വരുന്നേ? അവിടെ പറഞ്ഞോ. പേരാവൂര് കുളക്കാടുന്ന്. കൊളക്കാട്. പേരും കൂടി പറഞ്ഞോ. എന്റെ പേര് ബ്രിട്ടോ. 50 വർഷമായി. ഇവിടെ സ്ഥിരമായിട്ട് വരാൻ തുടങ്ങി എത്ര ആളായി? ഇവിടെ തുടങ്ങിയപ്പോൾ മുതൽ വരുന്നതാണ്. രണ്ടുപേരും എന്ത് ചെയ്യുന്നു ഇപ്പോൾ? ഞാൻ KSFയിലാണ്. ഞാൻ വേറെ പ്രൈവറ്റ് കമ്പനിയിലാണ്.
പേരെന്ന് പറഞ്ഞു പേര് ലീലാമ്മ. ലീലാമ്മ. അതിരമ്പുഴ എന്നാ വരുന്നത്. അതിരമ്പുഴ. എത്ര വർഷമായിട്ട് ഇവിടെ വരുന്നു? ഞാൻ ഈ വർഷമാണ്. ഇവിടെ വരാറുണ്ട്. എൻ്റെ പേര് മോളി കുമാരനെല്ലൂരിൽ നിന്ന് വരുന്നു. ഞാൻ 3ാമത്തെ തവണ ഇവിടെ വരുന്നത്. പേര് അനുപമ. എൻ്റെ പേര് അപർണ. നിങ്ങൾ എത്ര വർഷമായിട്ട് വരുന്നു? സ്ഥലം എവിടെയാ? തൃശ്ശൂരാ. അവനവിടെ ഇരുത്തിക്കോ. ഇതിനെ സൈഡിൽ നിർത്തിക്കോ. സൈഡില് ഞങ്ങള് എറണാകുളം രൂപതയാണ്. CMI അച്ഛന്മാരാണ്. ഇദ്ദേഹം റോജി അച്ഛൻ ദേവര കോളേജിൽ ജോലി ചെയ്യുന്നു. ഞാൻ രാജേരി കോളേജിൽ ജോലി ചെയ്യുന്നു. എല്ലാ കൊല്ലവും ഞങ്ങൾ ഇവിടെ വരാറുണ്ട്, ഇതിൽ പങ്കെടുക്കാറുണ്ട്. ഏറ്റവും ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ സൗഭാഗ്യമാണ് ഇരട്ടകളായി ജീവിക്കുക, ഒന്നിച്ച് മുന്നേറുക, ഒന്നിച്ച് നീങ്ങുന്നത്. ഈ അനുഗ്രഹം എന്നും ഉണ്ടാകാൻ വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നിങ്ങളും ഞങ്ങൾക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുന്നു. സ്കാൻ ചെയ്ത് നിങ്ങൾ ആ ഗ്രൂപ്പിൽ ചേരുകയാണെങ്കിൽ മണിമല. ഇവിടെ നിന്ന് വരുന്ന മെസ്സേജുകൾ ആ ഗ്രൂപ്പിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. മറ്റൊരു കാര്യം ശ്രദ്ധിക്കുക. പ്രവീണ. വീണ. പ്രവീണ. എവിടെ നിങ്ങൾ പറഞ്ഞേ? കമ്മിറ്റി ഓഫീസ് കാണക്കാര് തന്നെ. ഇത് പ്രവീണയുടെ പിള്ളേരാണ്. സേറ സൈറ. നിങ്ങൾ എവിടെന്നാ വരുന്നേ? കോന്നല്ലൂരുകാര് തന്നെ അല്ലേ? ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും പേര് പറഞ്ഞു. പെരുന്നകില് അഖില്. തൃശ്ശൂർ. നിങ്ങൾ തൃശ്ശൂരിനാണ്? എത്ര വർഷമായി നിങ്ങൾ ഇവിടെ വരുന്നു? അതെയല്ലേ. തൃശ്ശൂർ എവിടെയാ സ്ഥലം? അല്ല, ഇടവകയല്ല. ഞങ്ങൾ CMI സഭാംഗങ്ങളാണ്. റോയി കണ്ണഞ്ചിറ. ഞാൻ ദീപിക പത്രത്തിലാണ് വർക്ക് ചെയ്യുന്നത്. ദീപികയുടെ കൊച്ചേട്ടനാണ്. ഞാൻ റൂബി കണ്ണഞ്ചിറ, ഡൽഹിയിലെ ചാവറ കൾച്ചർ സെന്റർ ഡയറക്ടർ, ഡൽഹിയിൽ. അൽഫോൻസ. കൊച്ചിൻ്റെയോ? നിങ്ങൾ എവിടെന്നാ വരുന്നത്? ഇവിടെ ഈ ഇടവ തന്നെയാണോ? പുതുവേലി. എത്രയിലാണ് പഠിക്കണേ? ആദ്യമായിട്ട് വരുന്നതാണോ പള്ളിയിൽ? 2ാമത്തെ വർഷം അല്ലേ? പേര് പറഞ്ഞേ, ഡാനിക്കുട്ടൻ പറഞ്ഞേ. നിങ്ങൾ എവിടെന്നാ വരുന്നത്? കൊഴുവനാല്. പാലാല്ലേ? എത്ര വർഷമായിട്ട് ഇവിടെ വരുന്നു? കഴിഞ്ഞ കൊല്ലം തൊട്ട്. കഴിഞ്ഞ വർഷം വരെ. പേരെന്ന് പറഞ്ഞേ? നിങ്ങൾ എവിടെന്നാ വരുന്നത്? കൊന്നല്ലൂര് അല്ലേ? എത്ര വർഷം ആയെന്നൊന്നും ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. നിങ്ങൾ ചെറുപ്പം മോലെ ഇവിടെ തന്നെ.
അതെയോ? സൗദിയിലാണോ ജോലി ചെയ്യുന്നത്? സൗദിയിൽ എവിടെയാണ് ജോലി ചെയ്യുന്നത്? റിയാദിൽ. രണ്ടുപേരും റിയാദിൽ തന്നെ.